നിർബന്ധമായിട്ടും ഈ 15 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അറിയാം എന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് നോക്കാം. Question number 1, state principle of homogeneity and check the correctness of following equations. മൂന്നെണ്ണെങ്കിലും പഠിക്കുക. ഒന്ന് s is equal to ut plus half at square, v square is equal to u square plus 2s, half mv square is equal to mgh. Question number 2, vt ഗ്രാഫിൽ നിന്ന് s is equal to ut plus half at square എന്നുള്ള equation of motion derive ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. Question number 3, motion in a plane പ്രൊജക്ടൈൽ മോഷനിൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇത് മൂന്നിൻ്റെ ഡെറിവേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 പിടിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 4, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് F ഈക്വൽ ടു ma ഡിറൈവ് ചെയ്യാൻ അറിയണം. ക്വസ്റ്റ്യൻ നമ്പർ 5, ബാങ്ക്ഡ് റോഡിന്റെ ബാങ്ക്ഡ് റോഡിന്റെ മാക്സിമം സ്പേസ് സ്പീഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. സോ ബോണസ് ആണ്, മറ്റേ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 6, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഇത് 2 ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. വർക്ക് എനർജി പവറിലും വരുന്നുണ്ട്, അതേപോലെ ഓസിലേഷനിലും വരുന്നുണ്ട്. സോ ഒരു കാരണവശാലും പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണേ. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവുമായി ബന്ധപ്പെട്ടായിരിക്കും. ഡാൻസർ കൈ അകത്തുന്നതും അതേപോലെ ഐസ് സ്കേറ്റർ കൈ അടുത്തോട്ട് വെക്കുന്നതൊക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമായിരിക്കും, പക്ഷെ അത് എഴുതി ഫലിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് രാത്രി തന്നെ ഉറപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 8, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ഹൈറ്റിന്റെയും ഡെപ്തിന്റെയും നിങ്ങൾ പഠിക്കുക. മസ്റ്റാണ്. ഒന്നെങ്കിൽ ഹൈറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഡെപ്ത് ചോദിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9, എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ്. അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി പഠിച്ചിരിക്കണം. എസ്കേപ്പ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. നമ്മളുടെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിന്റെ ഷേപ്പ് പഠിക്കുക. അതിലെ ABDE എന്നുള്ള പോയിന്റ്സും എന്താണ് പെർമനന്റ് സെറ്റ്, എപ്പോഴാണ് ബ്രിട്ടിൽ, ഡക്ടൈൽ, ആരാണ് കൂടുതൽ എലാസ്റ്റിക് എന്നുള്ള ആ ഒരു രീതിയിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 11, ബെർണോളിസ് തിയറം. അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ പഠിക്കണം, ഫിഗർ വരയ്ക്കണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അത് എന്തിന്റെ കൺസർവേഷനാണ്? ഒന്ന് വീഡിയോ പോസ് ചെയ്ത് പറഞ്ഞേ. എന്തിന്റെ കൺസർവേഷനാണ്? കൺസർവേഷൻ ഓഫ് മാസ് ആണോ എനർജി ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 12 പിടിച്ചോ. പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും ഫിഗറും അതുമായി ബന്ധപ്പെട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 13, കാർനോട്ട് സൈക്കിൾ. ആ കംപ്ലീറ്റ് കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ്, PV ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. അതിന്റെ പ്രോസസ്, ഫോർ എക്സാമ്പിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഏതാ നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഐസോതെർമൽ കംപ്രഷൻ ഏതാ നിങ്ങൾക്ക് കാണാൻ അതിൽ അറിയണം. ജസ്റ്റ് ആ ഫിഗറിൽ നിന്ന് കണ്ടെത്താൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാൻ പഠിക്കുക. ടൈം പീരീഡ് കണ്ടാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് ഉള്ള കാണാനുള്ള ചോദ്യം ന്യൂമറിക്കൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ഇതിന്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് പഠിക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താ പിടിച്ചോ, ഫൈനൽ ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് പൈപ്പ് അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പ്, അതിന്റെ ഹാർമോണിക്സ്, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ പഠിക്കുക. ക്ലോസ്ഡ് പൈപ്പോ അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വരും. ഒറ്റൊരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി പിടിച്ചോ. വേവ് സോൾവ് ചെയ്യാൻ വരും. നിങ്ങൾക്ക് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും വേവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും വേവ് ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ ഒരു വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ y = a sin ആ ഒരു രീതിയിൽ എഴുതുന്നില്ലേ, ആ ഒരു വേവ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലമിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ പഠിക്കുക. അതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഓൾ ദി ബെസ്റ്റ്. പ്രോപ്പറായിട്ട് പഠിക്കുക. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.